മിക്ക ആളുകളും, അതായത് നമ്മളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഇറാനിന്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ രൂക്ഷമായിട്ടുള്ള യുദ്ധത്തിലേക്ക് നോക്കുമ്പോൾ അവർ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കാണുന്നത്? അവരവിടെ കാണുന്നത് ആകാശത്തുകൂടി പറന്നു നടക്കുന്ന മിസൈലുകളാണ്. വലിയ എണ്ണ ശുദ്ധീകരണശാലകൾ കത്തിയെരിയുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ് അവർ കാണുന്നത്. അതുപോലെ നമ്മുടെ TV സ്ക്രീനുകളിൽ എപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ആ ബ്രേക്കിംഗ് ന്യൂസുകളാണ് അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രം, പ്രത്യേകിച്ച് ചില അനലിസ്റ്റുകൾ, അവർ കാണുന്നത് ഇതൊന്നുമല്ല. അവർ കാണുന്നത് മറ്റെന്തോ ഒരു കാര്യമാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മാറി നിൽക്കുന്ന വളരെ നിശബ്ദനായിട്ടുള്ള ഒരു കാഴ്ചക്കാരനെയാണ് അവർ അവിടെ കാണുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ ചെറിയ നീക്കങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും കിട്ടുന്ന ഓരോ ഡീറ്റെയിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾ. ആ കാഴ്ചക്കാരൻ ആരാണെന്നോ? അത് ചൈനയാണ്. ചില വിദഗ്ധർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് അമേരിക്കയുമായിട്ട് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ചൈന ഇപ്പോൾ വളരെ നിശബ്ദമായിട്ട് ഇറാനെ അവരുടെ ഒരു ലൈവ് ലബോറട്ടറി ആയിട്ട്, അതായത് നേരിട്ടുള്ള ഒരു പരീക്ഷണശാലയായിട്ട് ഉപയോഗിക്കുകയാണ് എന്നാണ്. നമ്മൾ ഈ വിഷയം സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഇതൊരു തെളിയിക്കപ്പെട്ട സത്യമൊന്നല്ല. അതായത് ഞങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഒരു പരീക്ഷണത്തിനായിട്ട് ഇറാനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ചൈന തുറന്നു പറയുന്ന ഒഫീഷ്യലായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റോ ഒന്നും ലോകത്ത് എവിടെയുമില്ല. ഇതൊരു തിയറി മാത്രമാണ്, കേവലം ഒരു നിഗമനങ്ങൾ മാത്രമാണ്. ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളിൽ നിന്നും ഡിഫൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തിങ്ക് ടാങ്കുകളുടെ പേപ്പറുകളിൽ നിന്നും കഴിഞ്ഞ 10 വർഷമായിട്ട് ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് വളർന്നു വന്നത് എന്നതിൻ്റെ പാറ്റേണുകളിൽ നിന്നും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു ആശയം കേൾക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇങ്ങനെയാണ്. ചില വിദഗ്ധർ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ചില അനലിസ്റ്റുകൾ വാദിക്കുന്നത് എങ്ങനെയാണ്. ഇത് യഥാർത്ഥത്തിൽ ചൈനയുടെ ഓരോ നീക്കങ്ങളെയും നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിൻ്റെ ഒരു രീതി മാത്രമാണ്, അല്ലാതെ ആരും ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു രഹസ്യ പദ്ധതി ഒന്നുമല്ല ഇത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതാണ്. ഇന്ന് ഈ നിമിഷം അമേരിക്കയുമായിട്ട് നേരിട്ടൊരു യുദ്ധം ഉണ്ടാക്കാൻ ചൈന യാതൊരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഭാവിയിൽ എന്നെങ്കിലും ഒരിക്കൽ വെസ്റ്റേൺ പസഫിക്കിൽ, അതായത് തായ്വാൻ്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ സൗത്ത് ചൈന കടലിലോ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബീജിങ്ങിലെ നേതാക്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിനു മുമ്പായിട്ട് അമേരിക്ക ലോകത്ത് എവിടെയൊക്കെ യുദ്ധം ചെയ്യുന്നുണ്ടോ ആ യുദ്ധങ്ങളൊക്കെ ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ റിലാക്സ് ചെയ്ത് ഇരുന്ന് അവരെ നിരീക്ഷിക്കാനും അവരിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു സുവർണ അവസരമാണ്. ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധം ചൈനീസ് ജനറൽമാർക്ക് കിട്ടുന്ന തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആയിട്ട് മാറുകയാണ്. അമേരിക്കയുടെ ആയുധങ്ങൾ, അവരുടെ AI സിസ്റ്റങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, അതുപോലെ സൈബർ ടൂളുകൾ എന്നിവയൊക്കെ ഒരിക്കലും പിന്മാറാൻ തയ്യാറല്ലാത്ത ഒരു പ്രാദേശിക ശത്രുവിനെതിരെ യഥാർത്ഥ യുദ്ധമുഖത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നേരിട്ട് കാണാനുള്ള ഒരു വലിയ അവസരം. ഇതിനെ പല അനലിസ്റ്റുകളും വിശേഷിപ്പിക്കുന്നത് തന്നെ യുദ്ധത്തിന് പിന്നിലെ യുദ്ധം എന്നാണ്. ഇവിടെ സ്വന്തം ചോര കൊടുത്ത് വിലയൊടുക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ്. അവർക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നു, അവരുടെ ആയുധങ്ങൾ നഷ്ടപ്പെടുന്നു, ഒരുപാട് മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്നു. എന്നാൽ ചൈനയോ, അവർ വളരെ ദൂരെ മാറി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെയാണ്. അവരവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തെടുക്കുകയാണ്. അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ശേഖരിക്കുന്നു. എന്താണെന്നറിയോ? ഡാറ്റ. വെസ്റ്റേൺ രാജ്യങ്ങളുടെ ജാമിംഗ് സിസ്റ്റങ്ങളെയും മറികടന്ന് എങ്ങനെയോ നുഴഞ്ഞു കയറുന്ന ഓരോ ഡ്രോണുകളും അവർക്ക് വലിയൊരു ഡാറ്റയാണ് സമ്മാനിക്കുന്നത്. അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഓരോ റഡാറുകളും അവർക്ക് ഡാറ്റയാണ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന ഇൻറ്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയോ അവരുടെ പങ്കാളി രാജ്യങ്ങളെയോ പ്രതിരോധിക്കാൻ നിർബന്ധിതരാക്കുന്ന ഇറാന്റെ വില കുറഞ്ഞ ഓരോ ചാവേർ ഡ്രോണുകളും ചൈനയ്ക്ക് വിലപ്പെട്ട ഡാറ്റയാണ്. ഇതെല്ലാം യഥാർത്ഥ യുദ്ധക്കളത്തിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയാണ്. ചൈനീസ് എഞ്ചിനീയർമാർക്കും തന്ത്രജ്ഞർക്കും അവരുടെ സ്വന്തം സിസ്റ്റങ്ങളിലേക്ക് ഫീഡ് ചെയ്യാനും അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ. ഈ കാര്യങ്ങളൊക്കെ ബീജിങ്ങിന് ഇത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ചൈനീസ് സൈന്യം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
പതിറ്റാണ്ടുകളായിട്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമി, അതായത് PLA, 1991 ഗൾഫ് യുദ്ധം മുതൽ അമേരിക്കൻ സൈന്യം നടത്തുന്ന ഹൈടെക് യുദ്ധങ്ങൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് അവരെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അമേരിക്കയുടെ ടാങ്കുകളോ ജെറ്റ് വിമാനങ്ങളോ ഒന്നുമായിരുന്നില്ല, മറിച്ച് ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതായിരുന്നു. സാറ്റലൈറ്റുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, സെൻസറുകൾ, കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവയ്ക്ക് ഉൾപ്പെടുന്ന ആ ഒരു വലിയ നെറ്റ്വർക്ക്. ആ ഒരു പഠനത്തിൽ നിന്നാണ് ചൈനീസ് സൈനിക ചിന്തകരെ സിസ്റ്റംസ് ഡിസ്ട്രക്ഷൻ വാർഫെയർ എന്നൊരു പുതിയ സിദ്ധാന്തം തന്നെ രൂപപ്പെടുത്തിയെടുത്തത്. അമേരിക്കയുടെ ഓരോ ടാങ്കും കപ്പലും നശിപ്പിക്കുക എന്നതല്ല അവരുടെ പ്രധാന ലക്ഷ്യം, മറിച്ച് അമേരിക്കൻ സൈന്യത്തെ ഒന്നിച്ചു നിർത്തുന്ന ആ പ്രധാന സിസ്റ്റം ഉണ്ടല്ലോ, അവരുടെ ഇൻഫർമേഷൻ ഗ്രിഡ്, കമാൻഡ് നെറ്റ്വർക്കുകൾ, ലോജിസ്റ്റിക്സ് സപ്പോർട്ട് സിസ്റ്റങ്ങൾ, അത് പൂർണ്ണമായിട്ട് തകർക്കുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു ചൈനീസ് കാഴ്ചപ്പാടിലൂടെ നിങ്ങളൊന്ന് ഇറാനിലേക്ക് നോക്കി. ഇറാൻ ഇപ്പോൾ നേരിടുന്നത് പഴയ രീതിയിലുള്ള സാധാരണ ബോംബിംഗ് അല്ല. അവർ നേരിടുന്നത് പൂർണ്ണമായിട്ടും വെസ്റ്റേൺ രാജ്യങ്ങളുടെ ആ ഒരു വലിയ സിസ്റ്റത്തെയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിലെയും സാറ്റലൈറ്റുകൾ, AWACSന്റെ വിമാനങ്ങൾ, എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, പിന്നെ അവരുടെ അപാരമായിട്ടുള്ള സൈബർ കഴിവുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ആ ഒരു വലിയ സിസ്റ്റം. ഈ സിസ്റ്റം ഒരു വലിയ പ്രഷർ വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ചൈനയ്ക്ക് കാണാൻ കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ കരുത്ത് എവിടെയാണ്, അതിൻ്റെ ദൗർബല്യം എവിടെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഈസ്റ്റ് ഏഷ്യയിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി തങ്ങളുടെ സ്വന്തം പ്ലാനുകൾ കുറച്ചുകൂടി വ്യക്തമാക്കാൻ അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചൈനീസ് സാങ്കേതിക വിദ്യകൾ ഒന്ന് എന്ന് പറയപ്പെടുന്നത് മിക്ക ആളുകളും ഒരിക്കലും നേരിട്ട് കാണാത്ത ഒന്നാണ്, ബെയ്ഡു 3 സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം. കഴിഞ്ഞ വർഷം ഇസ്രായേലും ഇറാനും തമ്മിൽ വളരെ പെട്ടെന്ന് നടന്ന, എന്നാൽ വളരെ രൂക്ഷമായിട്ടുള്ളൊരു പോരാട്ടം ഉണ്ടായി. ആ സമയത്ത് അമേരിക്കയുടെ GPS സ്പൂഫിംഗ് കാരണം ഇറാൻ്റെ ഗ്രേഡഡ് ആയുധങ്ങൾക്ക് ശരിയായിട്ടുള്ള വഴി കണ്ടെത്താൻ കഴിയാതെ വന്നു. അതായത് അവയുടെ കണ്ണ് മൂടിക്കെട്ടിയ പോലൊരവസ്ഥ. അതിനുശേഷം ടെഹ്റാൻ വളരെ വലിയൊരു തീരുമാനമെടുക്കുകയാണ്. സൈനിക ആവശ്യങ്ങൾക്കുള്ള ടാർഗറ്റിങ്ങിനായിട്ട് അമേരിക്കൻ GPS സിസ്റ്റം ഉപയോഗിക്കുന്നത് അവർ ഒഫീഷ്യലായിട്ട് തന്നെ ഉപേക്ഷിച്ചു. പകരം അവർ വളരെ വേഗത്തിൽ ചൈനയുടെ സ്വന്തം സാറ്റലൈറ്റ് നാവിഗേഷൻ നെറ്റ്വർക്കായിട്ടുള്ള ബെയ്ഡുവിലേക്ക് മാറി. ബെയ്ഡു അവർക്ക് നൽകുന്നത് എൻക്രിപ്റ്റ് ചെയ്ത സിഗ്നലുകളാണ്. അതുമാത്രമല്ല, അതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് മെസ്സേജ് സർവീസ് കൂടിയിട്ടുണ്ട്. അതിനർത്ഥം താഴെ ഭൂമിയിലുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് തകർന്നാൽ പോലും കമാൻഡ് സെൻറ്ററുകൾക്ക് സാറ്റലൈറ്റ് മെസ്സേജുകൾ വഴി ആക്രമണങ്ങൾ വളരെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ്. 2026 മിസൈൽ ആക്രമണത്തിൽ ഗൾഫ് സഹകരണ കൗൺസിലെ 6 രാജ്യങ്ങളിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞത് ഇതുകൊണ്ടാണ്. 174 ബാലിസ്റ്റിക് മിസൈലുകൾ വന്നതിൽ 161 എണ്ണവും തങ്ങൾക്ക് തടയേണ്ടി വന്നു എന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മാത്രം അവകാശപ്പെടുന്നുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ ബെയ്ഡു എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവനാഡിയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ എത്രയൊക്കെ ജാമിങ് നടത്തിയാലും തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള ഒരേയൊരു വഴി. എന്നാൽ ചൈനയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ബെയ്ഡു എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ വലിയൊരു കാര്യം കൂടിയാണ്. അതൊരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആണ്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയറിനെതിരെ ഒരു യഥാർത്ഥ യുദ്ധത്തിൽ വെച്ച് തങ്ങളുടെ നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് സിസ്റ്റം എത്രത്തോളം മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് അവർ ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇറാന്റെ ഓരോ മിസൈലിൽ നിന്നും ഓരോ ഡ്രോണിൽ നിന്നും ചൈനീസ് എഞ്ചിനീയർമാർക്ക് തിരികെ ലഭിക്കുന്ന ടെലിമെട്രി ഡാറ്റ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത വലിയൊരു യുദ്ധ ഡാറ്റയാണ്. ബെയ്ജിങ്ങിലെ ഒരു ലാബിനും ഒരു സിമുലേഷനും ഒരിക്കലും പകരം വെക്കാൻ കഴിയില്ല. ഗൾഫിന് മുകളിൽ നടക്കുന്ന യഥാർത്ഥ സ്ഫോടനങ്ങളിൽ നിന്ന് അവർ നേരിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ പാഠങ്ങളെ. നാവിഗേഷൻ എന്നത് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ചൈന ഇറാന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള YLC-ATB പോലെയുള്ള ആൻറ്റി സ്റ്റെൽത്ത് റഡാർ സിസ്റ്റങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇത്തരം റഡാറുകൾ പ്രവർത്തിക്കുന്നത് കുറഞ്ഞ ഫ്രീക്വൻസികളിലാണ്. അതുകൊണ്ട് തന്നെ F-35 പോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെയോ അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ബോംബറുകളെയൊക്കെ കണ്ടെത്താൻ ഇതിന് ചിലപ്പോൾ കഴിഞ്ഞേക്കും. ഇത്തരം റഡാറുകൾ ഇന്ന് ഇറാനിൽ ആക്റ്റീവ് ആണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും അവരുടെ ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റുകളെ യുദ്ധമുഖത്തേക്ക് അയക്കുമ്പോൾ സ്റ്റെൽത്ത് വിമാനങ്ങളെ ട്രാക്ക് ചെയ്യാമെന്ന തങ്ങളുടെ തിയറികൾ
മിസൈലുകൾ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നേരിട്ട് കണ്ടറിയാൻ ബെയ്ജിങ്ങിന് ഏറ്റവും മുൻനിരയിൽ തന്നെ ഒരു സീറ്റ് കിട്ടിയിരിക്കുകയാണ്. ആ റഡാറിന് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന ഭാഗികമായിട്ടുള്ള ഓരോ സിഗ്നലുകളും, സംഭവിക്കുന്ന ഓരോ പരാജയങ്ങളും, അതിൽ വരുന്ന ഓരോ ചെറിയ മാറ്റങ്ങളും ചൈനീസ് അൽഗോരിതങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള മികച്ച ഡാറ്റയാണ്. ഇനി ഇതിൻ്റെ കൂടെ ആൻറ്റി ഷിപ്പ് സിസ്റ്റങ്ങളുടെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗൾഫിലുള്ള അമേരിക്കൻ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകൾക്ക് വലിയൊരു ഭീഷണി ഉയർത്താൻ വേണ്ടിയിട്ട് ചൈനീസ് സൂപ്പർസോണിക് ആൻറ്റി ഷിപ്പ് മിസൈലുകൾ, അതായത് YJ-12 എക്സ്പോർട്ട് വേർഷനുകൾ പോലെയുള്ളവ സ്വന്തമാക്കാൻ ഇറാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് വളരെ ശക്തമായിട്ടുള്ള സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് PLA നേവിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇറാൻ ഉപയോഗിക്കുന്ന ഈ ചൈനീസ് മിസൈലുകൾ കാരണം അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് അവരുടെ വഴി മാറ്റേണ്ടി വരികയോ കൂടുതൽ എസ്കോർട്ടുകൾ ചേർക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ചില പ്രത്യേക മേഖലകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയോ ചെയ്താൽ തായ്വാൻ കടലിടുക്കിലെ സൗത്ത് ചൈന കടലിലോ ഇതുപോലെ സിസ്റ്റങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനമാണ് അവിടെ നടക്കുന്നത്. മിസൈൽ ഭീഷണി വരുമ്പോൾ അമേരിക്കൻ നാവികസേന എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് പഠിക്കാനേ ബീജിങ്ങിന് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഒരൊറ്റ മിസൈൽ പോലും വിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേണ്ടി മിസൈൽ ഫയർ ചെയ്യുന്ന പണി വളരെ കൃത്യമായിട്ട് ഇറാന് ചെയ്തോളും. ഇതെല്ലാം സംഭവിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഒരു ടെക്നിക്കൽ ബന്ധത്തിന് മുകളിലാണ്. ഹുവായി, ZTE പോലെയുള്ള വലിയ ചൈനീസ് ടെലികോം ഭീമന്മാരാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇറാൻ്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വലിയൊരു ഭാഗം നിർമ്മിക്കാൻ സഹായിച്ചത്. ഇൻ്റർനെറ്റ് ഫിൽറ്ററിങ്ങിനായിട്ടുള്ള ഡീപ്പ് പാക്കറ്റ് ഇൻസ്പെക്ഷൻ ടൂളുകൾ, ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവൈലൻസ് ഉപകരണങ്ങൾ എന്നിവയൊക്കെ അവർ നൽകി. ചൈനീസ് ക്യാമറ നിർമ്മാതാക്കൾ AI അധിഷ്ഠിതമായിട്ടുള്ള ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റങ്ങൾ വരെ വിതരണം ചെയ്തു. പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്തും ഇപ്പോഴത്തെ ഈ യുദ്ധത്തിനിടയിലും ഇറാനിലെ 93 ദശലക്ഷം വരുന്ന പൗരന്മാർക്ക് ഗ്ലോബൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ ഈ ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ ഇറാനെ എങ്ങനെയാണ് സഹായിച്ചതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധത്തിൻ്റെ നടുവിൽ വെച്ചിട്ട് ഇറാൻ ഇൻ്റർനെറ്റ് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മളവിടെ കാണുന്നത് ചൈനീസ് മോഡൽ ഡിജിറ്റൽ സർവാധിപത്യത്തിൻ്റെ ഒരു എക്സ്പോർട്ട് കൂടിയാണ്. വളരെ കർശനമായിട്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ എൻവയോൺമെൻറ്റ് കടുത്ത പ്രതിസന്ധികൾക്കിടയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ബീജിങ്ങിന് വളരെ നിശബ്ദമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു മേഖല കൂടിയാണിത്. പിന്നുള്ളത് ബഹിരാകാശവും ഇൻ്റലിജൻസുമാണ്. ചൈനയ്ക്കിപ്പോൾ 500-ലധികം പ്രവർത്തനക്ഷമമായിട്ടുള്ള സാറ്റലൈറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പലതും ഭൂമിയെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനും സിഗ്നൽ ഇൻ്റലിജൻസ് ശേഖരിക്കാനും കഴിവുള്ളവയാണ്. ഇപ്പോഴത്തെ ഈ യുദ്ധസമയത്ത് ഷാങ്ഹായ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മിസാർ വിഷൻ എന്നൊരു കമ്പനി അമേരിക്കയുടെ സൈനിക വിന്യാസങ്ങളുടെ വളരെ വിശദമായിട്ടുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു. ഇസ്രായേല്, സൗദി അറേബ്യ, ഖത്തർ എന്നിവിടങ്ങളിലേക്കുള്ള അമേരിക്കൻ വിമാനങ്ങളുടെ തരം, അവയുടെ എണ്ണം, അവ എവിടേക്കാണ് കിടക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ. ഈ ചിത്രങ്ങൾ അമേരിക്കയുടെ ചില വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള നീക്കങ്ങൾ പോലും ശരിയാണെന്ന് സ്ഥിരീകരിച്ചു. ഉദാഹരണത്തിന് ഇസ്രായേലിലേക്ക് ചില പ്രത്യേക സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ആദ്യമായിട്ട് കൊണ്ടുവന്നതുവരെ അവ കൃത്യമായിട്ട് കണ്ടെത്തി. ചില അനലിസ്റ്റുകൾ പറയുന്നത് ഇത് വളരെ വലിയൊരു മഞ്ഞുമലയുടെ പുറത്ത് കാണുന്ന ഒരറ്റം മാത്രമാണെന്നാണ്. ഒരു വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കൻ സൈന്യത്തിൻ്റെ പാറ്റേണുകൾ കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ ചൈന നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ഒരു ശ്രമമാണിത്. സൈനിക താവളങ്ങളിൽ അവർ വിമാനങ്ങൾ എങ്ങനെ മാറ്റിവെക്കുന്നു, എത്ര വേഗത്തിലാണ് അവർ സാധനങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആക്രമണം നടക്കുമ്പോൾ അവരുടെ സപ്ലൈ ലൈനുകൾ എങ്ങനെയാണ് മാറുന്നത് എന്ന് തുടങ്ങി വളരെ ചെറിയ കാര്യങ്ങൾ വരെ അവരെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലബോറട്ടറി ആണെങ്കിൽ ചൈന ഇതിനകത്ത് കൃത്യമായിട്ട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒന്നാമതായിട്ട് അമേരിക്കയുടെ എയർ ആൻഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവർ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട്. പേട്രിയറ്റ്, താഡ്, ഈജിസ് എന്നിവയെല്ലാം എത്രത്തോളം മിസൈലുകൾ തടയുന്നുണ്ട് എന്നതിൻ്റെ കണക്കെടുത്താൽ അവയുടെ പ്രകടനം വളരെ മികച്ചതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. UAE പറയുന്നത് ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും തടയുന്നതിൽ തങ്ങൾക്ക് 90% വിജയം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ വലിയ വിജയത്തിന് പിന്നിൽ വളരെ ക്രൂരമായിട്ടുള്ളൊരു പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഇതിൻ്റെ ചെലവാണ്. ഒരു ഷഹദ് ചാവർ ഡ്രോണിന് ഏകദേശം 20,000 മുതൽ $50,000 വരെയാണ് ചിലവ് വരുന്നത്. എന്നാൽ ഒരൊറ്റ പേട്രിയറ്റ് ഇൻ്റർസെപ്റ്റർ മിസൈലിന് ചിലവാകുന്നത് ഏകദേശം $4 ദശലക്ഷം. താഡ് ഇൻ്റർസെപ്റ്ററുകൾക്കാണെങ്കിൽ $10 മില്യണിലധികം വരും. അമേരിക്കയിലെ ഒരു സെനറ്റർ ഇതിനെ ഒരൊറ്റ വാചകത്തിൽ ചുരുക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കണക്കുകൾ ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ബെയ്ജിങ്ങിൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഈ കാര്യത്തെക്കുറിച്ച്
കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാത്ത ഡ്രോണുകൾക്ക് വേണ്ടിയിട്ട് ഇറാൻ ചെലവാക്കുന്നത് വളരെ ചെറിയൊരു തുകയാണ്. എന്നാൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഇതിനോട് പ്രതികരിക്കേണ്ടി വരുന്നത് വളരെ വിലപിടിപ്പുള്ള ഇൻ്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്. കൂടുതൽ സങ്കീർണമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്കോ അല്ലെങ്കിൽ ചൈനീസ് ആക്രമണങ്ങൾക്കോ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വലിയ മിസൈൽ ശേഖരമാണ് അവർ ഇവിടെ കാലിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അനലിസ്റ്റുകൾ കണക്കുകൂട്ടുന്നത് ഇറാൻ ഈ ഡ്രോണുകളിൽ ഒന്നിന് ചിലവാക്കുന്ന ഓരോ ഡോളറിനും പകരമായിട്ട് അതിനെ വെടിവെച്ചിടാൻ പ്രതിരോധിക്കുന്നവർ $20 മുതൽ $27 വരെ ചിലവാക്കേണ്ടി വരും എന്നാണ്. ഇതൊരു പതുക്കെയുള്ള തേയ്മാനത്തിൻ്റെ യുദ്ധമായിട്ട് മാറുന്നുണ്ട്. സൈനികരുടെ മാത്രമല്ല, ബജറ്റുകളുടെയും ഫാക്ടറികളുടെയും കൂടെയുള്ള യുദ്ധം. ആരുടെ മിസൈലുകളാണോ ആദ്യം തീർന്നു പോകുന്നത് അവർക്ക് അവരുടെ സൈനിക താവളങ്ങളും തുറമുഖങ്ങളും നഗരങ്ങളും സംരക്ഷിക്കാനുള്ള കഴിവ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു. ഇതിനെയാണ് ഒരു കമാൻഡർ വിളിച്ചത് ചെക്ക് ബുക്കും ആൾക്കൂട്ടവും തമ്മിലുള്ള യുദ്ധം എന്ന്. ചൈനയുടെ തന്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ തങ്കമാണ്. അമേരിക്കയെ പോലെ വലിയൊരു സാമ്പത്തിക ശക്തിയെ വില കുറഞ്ഞതും കൂട്ടത്തോടെ ഉണ്ടാക്കിയെടുക്കുന്നതുമായിട്ടുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെക്കാൾ ദുർബലരായിട്ടുള്ള ഒരു എതിരാളിക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെ തളർത്താൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതുപോലൊരു ചെലവിൻ്റെ യുദ്ധം പസഫിക് സമുദ്രത്തിൽ ഒന്നുകൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് വില കുറഞ്ഞ ഒരുപാട് ഡ്രോണുകളോ മിസൈലുകളോ ഒന്നിച്ചു വന്ന് വിലപിടിപ്പുള്ള അമേരിക്കൻ കപ്പലുകളെയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും ആക്രമിച്ചാൽ പ്രതിരോധിക്കുന്നവർ ഒരുപക്ഷെ ഓരോ ചെറിയ പോരാട്ടത്തിലും ജയിച്ചേക്കാം. പക്ഷേ ആ വലിയ സാമ്പത്തിക യുദ്ധത്തിൽ അവർ പതിയെ തോറ്റുകൊണ്ടിരിക്കും. അമേരിക്ക ഇതിനോട് ഇപ്പോൾ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2026 ഫെബ്രുവരി 28 പെൻറ്റഗൺ ആദ്യമായിട്ട് ലൂക്കാസ് അഥവാ ലോ കോസ്റ്റ് അൺമാൻഡ് കോമ്പാറ്റ് അറ്റാക്ക് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന വില കുറഞ്ഞ ഒരു അമേരിക്കൻ കാമിക്കാസെ ഡ്രോണ് യുദ്ധത്തിൽ ഉപയോഗിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇതിന് ഒരെണ്ണത്തിന് ഏകദേശം $35,000 ചെലവ് വരുന്നത്. ഒരു പാട്രിയറ്റ് മിസൈലിൻ്റെ വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ഇറാൻ്റെ ഷാഹിദ് ഡ്രോണിൻ്റെ വിലയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. അമേരിക്കയും ഈ യുദ്ധത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സൈക്കിളുകൾക്ക് നേരെ ഫെരാരി കാറുകൾ ഓടിക്കുന്ന ആ ഒരു വലിയ കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ അവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക വെക്കുന്ന ഓരോ ചുവടും ചൈനയും അവിടെ നിന്ന് വളരെ ശ്രദ്ധയോടെ കാണുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് അവരവരുടെ പ്ലാനുകൾ മാറ്റി എഴുതുന്നുമുണ്ട്. ഹാൻഡ് വെയറുകൾക്കും അതിൻ്റെ ചെലവുകൾക്കും അപ്പുറം ചൈനീസ് അനലിസ്റ്റുകൾ നിരീക്ഷിക്കുന്നത് അവരുടെ സമയക്രമങ്ങളും ലോജിസ്റ്റിക്കും കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക നടത്തുന്ന ഈ വലിയ നാവിക വ്യോമ വിന്യാസം ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ശക്തി കുറക്കുമോ എന്ന വലിയ ആശങ്ക ഏഷ്യയിലെ വിദഗ്ധർക്കുണ്ട്. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രവർത്തനക്ഷമമായിട്ടുള്ള അമേരിക്കൻ നാവികസേന കപ്പലുകളുടെ ഏകദേശം 40% ഇപ്പോൾ ഈ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുകയാണ് എന്നാണ്. മാത്രമല്ല, ചൈനയെ തടയാൻ വേണ്ടി കൊണ്ടുവന്ന വിമാനവാഹി കപ്പലുകൾ പോലും ഇപ്പോൾ ഗൾഫിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. മുൻ അമേരിക്കൻ ഡിഫൻസ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത് ഈ ഇറാൻ യുദ്ധം ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ പസഫിക്കിലെ അമേരിക്കയുടെ നാവിക സാന്നിധ്യം അവർക്ക് കാര്യമായിട്ട് കുറയ്ക്കേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. ബെയ്ജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആകർഷകമായിട്ടുള്ളൊരു ചിത്രമാണ്. അമേരിക്കയുടെ ശ്രദ്ധ മുഴുവൻ മിഡിൽ ഈസ്റ്റിലാണ്. അവർ ഇറാനുമായിട്ട് നീണ്ടു നിൽക്കുന്ന ചെലവേറിയായിട്ടുള്ള ഒരു യുദ്ധത്തിലാണ്. ആ സമയത്ത് തായ്വാൻ്റെ ചുറ്റുവട്ടത്തോ സൗത്ത് ചൈന കടലിലോ ചൈനയ്ക്ക് തങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാക്കാനുള്ള സാധ്യതകൾ കൂടുതൽ എളുപ്പമാകുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് കഥ കുറച്ചുകൂടി സങ്കീർണമാകുന്നത്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് അമേരിക്കയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന എന്ത് കാര്യവും ഓട്ടോമാറ്റിക്കായിട്ട് ചൈനയെ സഹായിക്കും എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇറാനിൽ ഉണ്ടാകുന്ന ഏത് അസ്ഥിരതയും ചൈനയെയും വളരെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. ചൈന ഇറാനിൽ നിന്ന് വലിയ അളവിൽ വിലക്കുറവിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ചൈനയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 70% കടന്നു പോകുന്നത് പേർഷ്യൻ ഗൾഫിലൂടെയാണ്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അത് അടച്ചിടുകയോ ചെയ്താലേ ബീജിംഗ് നേരിടാൻ പോകുന്നത് ഒരു വലിയ പേടി സ്വപ്നമായിരിക്കും. വലിയ ഊർജ പ്രതിസന്ധി, കുതിച്ചുയരുന്ന വിലക്കയറ്റം, ഒപ്പം രാജ്യത്തിനകത്ത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും. ഇറാന് ചുറ്റും വലിയൊരു യുദ്ധമുണ്ടായാൽ അത് വാഷിങ്ടണിനെ മാത്രമല്ല ചൈനയെയും യൂറോപ്പിനെയും മുഴുവൻ ആഗോള സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് ചൈനീസ് ഉദ്യോഗസ്ഥരും അവരോട് ചേർന്ന് നിൽക്കുന്ന തിങ്ക് ടാങ്കുകളും പരസ്യമായിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചാതം ഹൗസും മറ്റു പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മറ്റൊരു കൈപ്പേറിയിട്ടുള്ള സത്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ബന്ധം വളർന്നു വരുന്നുണ്ടെങ്കിലും ഇറാന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് വലിയ സ്വാധീനമൊന്നുമില്ല എന്നുള്ളതാണ്.
US-ഇസ്രായേൽ ആക്രമണങ്ങളെ ബെയ്ജിംഗ് അപലപിക്കുകയും യുഎന്നിൽ വെച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ യുദ്ധം നിർത്താനേ അവർ സൈനികമായിട്ട് ഇടപെട്ടിട്ടില്ല. ഇറാനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ അവർക്ക് പെട്ടെന്നൊന്നും കഴിയില്ല. അതിനർത്ഥം ചൈന പരീക്ഷണങ്ങൾ നടത്തുന്ന ഈ ലബോറട്ടറി എപ്പോൾ വേണമെങ്കിലും ചൈനയുടെ മുഖത്ത് തന്നെ പൊട്ടിത്തെറിക്കാം എന്നുള്ളതാണ്. യുദ്ധം അതിരുവിട്ടു പോയാൽ ചൈനയുടെ വലിയ പ്രൊജക്റ്റുകൾ, നിക്ഷേപങ്ങൾ, അവർക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വില കുറഞ്ഞ എണ്ണ എന്നിവയൊക്കെ അവർക്ക് നഷ്ടപ്പെടാം. സ്വന്തം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഭാവിയിൽ ഒരു അമേരിക്ക-ചൈന യുദ്ധം ഉണ്ടാകുമെന്ന ആശയത്തെ നമ്മൾ എത്രത്തോളം ഗൗരവമായിട്ട് എടുക്കണം? ഇവിടെയും നമ്മൾ വൈകാര്യമായിട്ട് ചിന്തിക്കാതെ ഡാറ്റ വെച്ചിട്ട് വേണം കാര്യങ്ങളെ കാണാൻ. മെറ്റാക്കുലസ്, പൂളി മാർക്കറ്റ് പോലെയുള്ള പ്രവചന മാർക്കറ്റുകൾ ഒരുപാട് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ ശേഖരിക്കുന്ന ആളുകളാണ്. അവരുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് 2027 മുമ്പ് അമേരിക്കയും ചൈനയും തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത ഒറ്റക്കത്തിൽ മാത്രമാണ്. അതായത് ഏകദേശം 2.5-നും 8% ഇടയിൽ മാത്രം. അത് പൂജ്യമല്ല എന്ന് കരുതി ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് പറയാനും കഴിയില്ല. 2035 ആകുമ്പോഴേക്കും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഇതിലും കൂടുതലാണ്. പക്ഷേ അതും അത്ര ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. CSIS പോലെയുള്ളവർ നടത്തുന്ന എക്സ്പെർട്ട് സർവേകൾ കാണിക്കുന്നത് തായ്വാനെയോ സൗത്ത് ചൈന കടലിനെയോ ചൊല്ലിയിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത കഴിഞ്ഞ വർഷം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പല വിദഗ്ധരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു വലിയ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ചിന്തിക്കുന്നത്. എല്ലാവരും ഇപ്പോഴും സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വർഷമുണ്ട് 2027. താൻ ഉത്തരവിട്ടാലേ തായ്വാൻ പിടിച്ചെടുക്കാനുള്ള ശേഷി 2027 ആകുമ്പോഴേക്കും നേടിയെടുക്കണമെന്ന് ചൈനീസ് നേതാവായിട്ടുള്ള ഷീ ജിൻപിങ് പിയിലേക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അമേരിക്കൻ ഡിഫൻസ് ഉദ്യോഗസ്ഥർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഒരു കാര്യത്തിനുള്ള ശേഷി നേടിയെടുക്കുക എന്ന് പറയുന്നതും അത് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. 2027 ആകുമ്പോഴേക്കും ചൈന ഒരു സൈനിക നീക്കത്തിനുള്ള ഓപ്ഷൻ റെഡിയാക്കി വെക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം ആ വർഷം തന്നെ ഷീ ജിൻപിങ് അത് ഉപയോഗിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല. അവർക്കങ്ങനെ എടുത്തു ചാടാതിരിക്കാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ചൈനയുടെ പതുക്കെയായിക്കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ, വലിയ ഉപരോധങ്ങൾ വരാനുള്ള സാധ്യത, പരാജയപ്പെടാനുള്ള വലിയ റിസ്ക്, കൂടാതെ ജപ്പാനും മറ്റ് രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേരാനുള്ള വലിയ സാധ്യത, ഇതെല്ലാം അവർക്ക് മുന്നിലുണ്ട്. ചില പണ്ഡിതന്മാരെ ഇതിനെ ഒരു പെർഫെക്റ്റ് സ്റ്റോം അഥവാ ഒരു സർവനാശത്തിൻ്റെ കൊടുങ്കാറ്റെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. നീണ്ടു നിൽക്കുന്ന അമേരിക്ക-ഇറാൻ യുദ്ധം അമേരിക്കയുടെ വിഭവങ്ങൾ ഇല്ലാതാക്കുന്നുള്ളത് ശരി തന്നെയാണ്. തായ്വാന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു മടിയുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് ചരിത്രത്തിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തണമെന്ന ഷീ ജിൻപിങ്ങിന്റെ ആഗ്രഹം, പിന്നെ ബെയ്ജിങ്ങിന് ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു നേതൃത്വം തായ്വാനിൽ വരുന്നത്, ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിവെച്ച് നോക്കൂ. ഇതൊക്കെ ഒത്തുവന്നാൽ അവർക്ക് ആക്രമിക്കാനുള്ള ആഗ്രഹം കൂടിയേക്കാം. എന്നാൽ വീണ്ടും പറയട്ടെ, ഇതെല്ലാം ഓരോരോ സാഹചര്യങ്ങൾ നമ്മൾ ഊഹിക്കുന്നതാണ്, അല്ലാതെ പാറമേൽ കൊത്തിവെച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ തിരികെ വരാം. ചൈന ഇറാനെ ഒരു ലബോറട്ടറി ആയിട്ട് ഉപയോഗിക്കുകയാണോ? അതിന് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഉത്തരം ഇതാണ്: ചൈന ഈ യുദ്ധം തുടങ്ങി വെച്ചതല്ല. അതുപോലെ ഇത് എങ്ങനെ അവസാനിപ്പിക്കുമെന്നത് ചിലപ്പോൾ അവരുടെ നിയന്ത്രണത്തിലും ആയിരിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവർ ഇതിൽ നിന്ന് കൃത്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സിസ്റ്റങ്ങൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതും, അവർ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, അവർക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്, എത്ര കാലം അവർക്ക് ഈ വലിയ പോരാട്ടങ്ങൾ തുടരാൻ കഴിയും എന്നൊക്കെ അവർ വളരെ വിശദമായിട്ട് പഠിക്കുകയാണ്. ചൈനീസ് സാങ്കേതിക വിദ്യകൾ, അതായത് ബെയ്ഡു നാവിഗേഷൻ മുതൽ റഡാറുകൾ വരെ, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ മുതൽ ഡ്രോൺ യുദ്ധങ്ങൾ വരെ, ഇറാൻ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഡാറ്റകൾ മുഴുവൻ അവർ ശേഖരിച്ച് അവരുടെ സ്വന്തം സൈനിക വികസനത്തിനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബെയ്ജിങ് ഇപ്പോൾ നടക്കുന്നത് ഒരു നൂൽപാലത്തിലു കൂടിയാണ്. അവർക്ക് വിലമതിക്കാനാവാത്ത വിവരങ്ങൾ നൽകുന്ന ഇതേ യുദ്ധം തന്നെ അവരുടെ ഊർജ്ജ സുരക്ഷയ്ക്കും നിക്ഷേപങ്ങൾക്കും വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഇറാൻ തകർന്നു പോവുകയോ അല്ലെങ്കിൽ ആ പ്രദേശം മുഴുവൻ വർഷങ്ങളോളം യുദ്ധത്തിൽ എരിഞ്ഞടങ്ങുകയോ ചെയ്താലേ ചൈന സ്വന്തം രാജ്യത്തിനകത്ത് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ബെയ്ജിങ്ങിൽ നിന്ന് നിങ്ങൾ എപ്പോഴും രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങൾ കേൾക്കാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് ഇറാനോടുള്ള വലിയ വാക്കാലുള്ള പിന്തുണയും അമേരിക്കൻ ആക്രമണങ്ങൾക്കെതിരെ കടുത്ത വിമർശനവും, എന്നാൽ മറുഭാഗത്ത് ഒട്ടും പുറത്തു കാണിക്കാത്ത തുറന്ന സൈനിക ഇടപെടലുകൾ ഇല്ലാത്ത അവസ്ഥയും.